അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിന് മരുന്നുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു. ആയിരക്കണക്കിന് രൂപയ്ക്ക് ചികിത്സ വെള്ളിപ്പിച്ചാണ്. അയാൾ 25 രൂപയുടെ പഞ്ചായത്ത് കോളേജ് എല്ലാം കൂടെ കയറ്റി തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് പൊട്ടി കളഞ്ഞ് പഴുപ്പ് പുറത്ത് വരും, ഒരു തോർത്ത് വെച്ച് പിടിച്ചോണം, കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അരിമാവ് തോർത്തിനകത്ത് കടിച്ചു വെച്ചിട്ട് അങ്ങോട്ട് വെച്ചാൽ ഇതിഞ്ഞ് പിടിച്ചെടുക്കും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ഭയങ്കര ക്ഷീണം വന്നാൽ ഗ്ലൂക്കോസ് വാങ്ങിച്ച് കൈവച്ചേക്കണം, പെട്ടെന്ന് കലക്കി അമ്മച്ച് കൊടുക്കാൻ പറഞ്ഞു. ഇതങ്ങ് ഹോമിയും മരുന്നങ്ങോട്ട് കൊടുത്ത് പഴുപ്പം കൊണ്ട് ചാടാൻ തുടങ്ങി. ലിറ്റർ കണക്കിന് പഴുപ്പാ ചാടുന്നത്. അരിമാവ് കലക്കി വെച്ച് അതങ്ങോട്ട് പിടിക്കുകയാണ്. 3-4 ദിവസം രാവിലെ അമ്മച്ച് പറഞ്ഞു, ഈ ഒരു തല സമയത്ത് എനിക്ക് വാർട്ട് ഡെവലപ്പ് 150 വാർട്ട് മുഖം മുഴുവൻ ഇഞ്ഞ് കിളിച്ചിറങ്ങുവാണ്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ അവർ ആസിഡ് കുത്തി വെച്ച് ഇങ്ങനെ കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വേദനയായി ആസിഡ് കുത്തി വെച്ച് കരിക്കുന്നത്. 10 എണ്ണം കരിക്കുമ്പോൾ 20 എണ്ണം കിളിച്ചു വരികയാണ്. അപ്പോൾ ഈ പോലീസിൽ ദിവസവും ഷേവ് ചെയ്യണം. ഞാൻ DGPയോട് പറഞ്ഞു, എനിക്കൊരു 30 ദിവസം സാങ്ഷൻ വേണം ഷേവ് ചെയ്യാതിരിക്കാൻ. എന്നോട് നീ ശബരിമലയ്ക്ക് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല DGP ഇതാണ് പ്രശ്നം. ശരി 30 ദിവസം എന്തെങ്കിലും പിടി തരത്തില്ലാന്ന് പറഞ്ഞു. ഞാനങ്ങ് വിഷമിച്ച്. ഞാനങ്ങനെ ഇരിക്കുമ്പോൾ കോഴിക്കോട്ടൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയി. എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആൾ കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ഡോക്ടർ. ഞാൻ പ്രസംഗിച്ച് ഇറങ്ങി വന്നോടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഈ താടിയിൽ ഇതൊക്കെ വളർത്തിക്കൊണ്ട് നടക്കുന്നത്? അങ്ങ് കളഞ്ഞൂടെ? എന്ന് വെച്ചാൽ കലഹന്ത മാർഗം മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇതാ ചികിത്സ. എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം തൂജ എന്നൊരു പരത്ത് തന്നു. അദ്ദേഹം തന്നിട്ട് പറഞ്ഞു, 3-ാം ദിവസം ഇത് തലയണയും പൊഴിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ തിരിച്ചു വന്നു. ഞാൻ പോയി ഇത് കഴിച്ചു 10 രൂപയുടെ പഞ്ചാരപ്പുള്ളികളൊരു സാധനം. അത് കഴിച്ച് ഒരു 3-ാം ദിവസം രാവിലെ എഴുന്നേറ്റ് തലേണ കിടക്കുന്നത് ഇത് പൊഴിഞ്ഞൊരു 5-8 എണ്ണം. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് അടിച്ച് പാഞ്ഞ് അദ്ദേഹത്തിന് നടത്തിയത്. സദാശിവൻ ഡോക്ടർ എടുത്തിരുന്നു. സദാശിവൻ ഡോക്ടർ പെരട്ടാൻ ഓയിൻമെൻറ്റ് കൊടുത്തു. സംഗതി അങ്ങ് പോയി. കഴിഞ്ഞ 42 കൊല്ലമായി വാർട്ട് വന്നിട്ടില്ല. 50 ഡോക്ടർമാർ ആസിഡ് വെച്ച് കത്തിച്ചുകൊണ്ടിരുന്ന സാധനം 10 രൂപയുടെ ഒരു ഗുളികയും സംഗതി തീർന്നു. ഇത് ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്ന അത്ഭുതമാണ്. എൻ്റെ വല്യമ്മച്ചിക്ക് എക്സീമ, കൈയങ്ങോട്ട് പൊട്ടിയാളി, മുഖം പൊട്ടിയാളി. ഒരു ദിവസം എൻ്റെ അടുത്ത് വല്യമ്മച്ചി പറഞ്ഞു, എൻ്റെ മോനെ എനിക്ക് ജീവിക്കാൻ വയ്യ, ഈ ഇത് ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ ഇറങ്ങുന്ന നാറ്റവും ബഹളം. വീട്ടത്ത് കസരയിട്ടിരിക്കുക. ഇവൻ ആംബുലൻസ് തന്നെയാണ്. ഒരു വെളുപ്പിന് 4-4:30 മണിയായപ്പോൾ ഇവൻ ആംബുലൻസ് പുറത്ത് വന്നു. എനിക്ക് ആശ്വാസമുണ്ട് അപ്പച്ച എന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നിരുന്നായിരുന്നു. ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് ആഹാരമെല്ലാം കഴിഞ്ഞ് ആലക്കുടിയിലൊക്കെ റവറൻ K. ജോർജ് അച്ഛനൊരു അച്ഛനാണ്. അച്ഛൻ ഈ ആദിവാസികളുടെ ഇടയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആദിവാസികൾക്ക് ചികിത്സയ്ക്ക് മൂപ്പൻ്റെ അടുത്ത് വരും. മൂപ്പൻ ഈ സിംറ്റം എല്ലാം കേട്ട ശേഷം കാട്ടിപ്പോയി ചില ചെടി ഇലയൊക്കെ പറിച്ച് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ അച്ഛന് കുറച്ച് വൈദ്യം അറിയാവുന്നത്. അച്ഛൻ നോക്കിയപ്പോൾ ഇതെല്ലാം കിഡ്നി സ്റ്റോണിൻ്റെ ഒക്കെ സിംറ്റം പറയുമ്പോൾ ഇയാൾ പറഞ്ഞു കൊടുക്കുന്ന ഇല കൊടുത്തിട്ട് ആൾ സുഖപ്പെടുന്നുണ്ട്. അച്ഛൻ ചോദിച്ചു, എൻ്റെ മൂപ്പരെ ഇതൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. മൂപ്പർ വാ, ദൈവം പറഞ്ഞാൽ ഉണ്ടാക്കിയില്ല, വാ അച്ഛന്ന് പറഞ്ഞ് പോയി പറഞ്ഞു കൊടുത്തു. അച്ഛൻ ഇത് ചാലക്കുടിയിൽ പ്രാക്ടീസ് ചെയ്യാം. എൻ്റെ ഭാര്യയുടെ അങ്കിൾ അമേരിക്കയിലെ ഒരു വലിയ ഓഫീസറാണ്. അദ്ദേഹം ഒരു ദിവസം അപ്രതീക്ഷിതമായി പ്ലെയിനിൽ കയറി അങ്കിളും ആൻറ്റിയുടെ കൊല്ലത്തെ വീട്ടിൽ വന്നു. എന്താ അങ്കിളിങ്ങനെ വന്നേ? അയ്യോ, നിങ്ങളോടൊക്കെ യാത്ര ചോദിക്കാൻ വന്ന. ഞാൻ എന്താ അങ്കിളെ പ്രശ്നം? അതെ, എൻ്റെ കിഡ്നിക്കകത്ത് 28 സ്റ്റോൺ. അമേരിക്കയിലെ ഡോക്ടർ പറഞ്ഞത് 2-3 കല്ല് ഞങ്ങൾ കീറിയെടുക്കായിരുന്നു. 28 കല്ല് കീറിയെടുത്താൽ കിഡ്നി തന്നെ ഡാമേജ് ആയി പോകും, അതുകൊണ്ട് രക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്കിളെ ഇതിനങ്കിൾ യാത്ര ചോദിക്കണ്ട, ഞാൻ പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഞാനവിടെ തന്നെ K. ജോർജ് അച്ഛനെ വിളിച്ചു പറഞ്ഞു. അച്ഛന് മരുന്ന് നിറയെ ചെടിയുടെ ഇല പൊടിച്ചുള്ള പൊടിയായിട്ട് കൂടെ ആയുർവേദത്തിനൊരു കഷായം. അവൻ പോലീസുകാർ നേരെ കൊല്ലത്ത് കൊണ്ടുവന്നു. ഞാനിത് എല്ലാം കറക്റ്റ് അങ്ങനെ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 18 കല്ല് പോയി. അച്ഛനെ വിളിച്ചത്. അച്ഛൻ പറഞ്ഞു 1 ഡോസ് കൂടെ കൊടുക്കാൻ. 2ാമത് ഡോസ് കൂടെ വന്നു. 28 കല്ലിൽ പോയി. അങ്കിൾ തിരിച്ച് അമേരിക്കയിൽ പോയി സുഖമായിട്ട് 10-15 കൊല്ലം ജോലി ചെയ്ത്. നമുക്ക് ഈ കളിയാക്കാം. ഇടുക്കിയിലെ നാട്ടു എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് എവിടെയാണ് മെഡിസിൻ പഠിച്ചതെന്ന് വെച്ചാൽ ഒരു മെഡിസിനും പഠിച്ചിട്ടില്ല. ഞാൻ ആ അച്ഛൻ്റെ ഇന്ന് മരുന്നെടുത്തിട്ട് കോട്ടക്കൽ ആയുർവേദശാലയിൽ കൊണ്ട് കൊടുത്തു. പന്തളത്ത് ചാങ്ങയത്തെ വൈദ്യന് കൊണ്ട് കൊടുത്തു. ഇപ്പം കോട്ടക്കലും ചാങ്ങയത്തെ വൈദ്യന്മാരും ആയിരക്കണക്കിന് കിഡ്നി സ്റ്റോണും പാങ്കാറ്റിക് സ്റ്റോണും ഉള്ള രോഗികളെ സുഖമാക്കി വിടുകയാണ്. നിസ്സാരമായിട്ട് സുഖമാക്കി വിടുകയാണ്. അപ്പോൾ ഒരൊറ്റമൂലി അത് പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതം. ഞരമ്പിൻ്റെ പ്രശ്നം പലപ്പോഴും വലിയ പ്രശ്നമാണ്. എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു അഡീഷണൽ DG അദ്ദേഹത്തിൻ്റെ മകളെ തൃശ്ശൂരിലെ ഞാൻ കൊണ്ടുവന്നു MBBSൻ്റെ നീറ്റ് പരീക്ഷയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടി.
പി.സി. തോമസ് മാഷിൻ്റെ കൂടെ പഠിക്കുക. ഒരു ദിവസം ആ കുട്ടി കയ്യിൽ പേന താഴെ നമുക്ക് എടുക്കാനായിട്ട് കുനിഞ്ഞു. ഭയങ്കര വേദന ഡെവലപ്പ് ചെയ്തു. കുട്ടിക്ക് എഴുന്നേക്കാനും വയ്യ, നടക്കാനും വയ്യ, ഒന്നും വയ്യ. പെട്ടെന്ന് ഞാനാ ലോക്കൽ ഗാർഡിയൻ. പെട്ടെന്ന് പി.സി. തോമസ് മാഷ് വണ്ടിയെടുത്ത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എന്നെ വിളിച്ച് പറഞ്ഞു ഇതാണ് സിറ്റുവേഷൻ. അപ്പം ഞാൻ ഇന്നലെ വണ്ടിയെടുത്ത് അവിടെ ചെന്നു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വിളിച്ച് എന്താ സിറ്റുവേഷൻ? അദ്ദേഹം സാറേ ആ കുട്ടിയുടെ നട്ടലിൻ്റെ കശേരുവിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഓപ്പറേറ്റ് ചെയ്താൽ പറ്റും. അഞ്ചു നട്ടലിൽ ഓപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണ്? ചിലപ്പോൾ ഇടത്തെ കാല് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ അഡീഷണൽ എജിപ്പിക്ക് ആണ് മുഴുവൻ ഒരു മോഡൽ. വളരെ സിമ്പിളായി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാൽ മാത്രം സുഖമാവുന്ന രോഗം വളരെ സിമ്പിളായിട്ടൊരു മത്തങ്ങ ഞെട്ടും ചില മഞ്ഞളും ചില ഉപ്പും അവൻ്റെ കല്ലിൻ്റെ എഫക്റ്റോട് കൂടിയപ്പോൾ അത് മരുന്നായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളായി നമുക്ക് തോന്നാം. പക്ഷേ അതൊരു വൈദ്യശാസ്ത്രമാണ്. ലാവണം എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രമാണ്. വിദ്യാഭ്യാസം ലാവണമാണ്, കളിയാക്കാൻ വളരെ എളുപ്പമാണ്. അത് ഭംഗിയായിട്ട് പരിഹരിക്കാൻ പറ്റും. ഒരു ദിവസം എൻ്റെ ഓഫീസിലേക്ക് എൻ്റെ SP വന്നു. പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ SP കരയുന്ന സ്റ്റുഡൻ്റാണ്. എന്ത് കാര്യം? മഞ്ഞപ്പിത്തം വന്നു, കൺട്രോളില്ല. ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളെ വിളിച്ചു. ആ കുഞ്ഞിൻ്റെ പൊസിഷൻ എങ്ങനെ ഉണ്ടായോ? സാറേ ഹോപ്പ്ലെസ് കേസാണ്. നമ്മളൊരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ പോലീസ് ഇതാണ് ആംബുലൻസ് കൊണ്ട് അയക്കുന്നുണ്ട്. അവനെ ആ വണ്ടി കയറ്റി എല്ലാ യന്ത്രവും ഫിറ്റ് ചെയ്ത് തൃശ്ശൂരേക്ക് വിടാൻ പറഞ്ഞു. പ്രിൻസിപ്പൾ ഒന്ന് ചൂടായി. സാറിനെപ്പോൾ അറിവും വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ ഇങ്ങനെ വിവരം കൂടെ പറയാമോ സാറേ? അവന് ഹോപ്പ്ലെസ് കണ്ടീഷനാണ്, ഞാൻ വണ്ടി കയറ്റി വിട്ട തത്വമായി. നിങ്ങൾക്ക് ഇന്നാലും രക്ഷയൊന്നുമില്ലല്ലോ, നിങ്ങൾ വണ്ടി കയറ്റി വിടാൻ പറഞ്ഞു. ആംബുലൻസ് കയറ്റി നേരെ തൃശ്ശൂർ കൊണ്ടുപോകും. അവിടെ അടാട്ടം എന്ന സ്ഥലത്ത് 4ാം ക്ലാസ് വരെ പഠിച്ച ഒരു വൈദ്യനുണ്ട്. അദ്ദേഹം മുറ്റത്ത് കുറേ പച്ചിലയൊക്കെ ചെടികൾ നട്ടു വളർത്തുന്നുണ്ട്. അയാൾ അങ്ങോട്ട് ചെയ്ത് 4-5 ഇലയൊക്കെ പറിച്ച് പൊടിച്ച് ഗ്ലാസ്സിലിട്ടിട്ട് ഒരു 10 ആടുണ്ടായിരുന്നു. അയാൾ അങ്ങോട്ട് ചെയ്ത് ആട്